Hi viewers, Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ബട്ടർ നാനും ബട്ടർ പനീറും ആണ്. പനീർ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ബട്ടർ നാൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 cup lukewarm milk, 25 grams butter, 4 cup maida, 1 teaspoon sugar, 1 teaspoon salt, 1 teaspoon yeast. ആദ്യം നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 grams ബട്ടർ പാലിലിട്ടിട്ട് നമുക്ക് മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി യോജിപ്പിക്കാം. 4 കപ്പ് മൈദ, 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ഈസ്റ്റ്. അഥവാ നിങ്ങൾക്ക് ഉപ്പ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. അഥവാ നിങ്ങൾക്ക് ലാസ്റ്റ് വെള്ളം വേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതെല്ലാം കൂടി നല്ലോണം നീഡ് ചെയ്തിട്ട് കൗണ്ടറിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്നും കൂടി നീഡ് ചെയ്ത് നമുക്ക് 4 മണിക്കൂർ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് മൈക്രോവേവിൻ്റെ ഉള്ളിലാണ് വെച്ചത്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് തണുപ്പാണ്. തണുപ്പ് കൂടെ സ്ഥലത്ത് പെട്ടെന്നൊന്നും പൊന്തി വരില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പാല് ചൂടാക്കി ഓവനിൽ തന്നെ വെച്ചാൽ വേഗം പൊന്തി വരും. നമുക്ക് ബട്ടർ പനീർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൽ ഞാനെടുത്തത് 2 വലിയ ഉള്ളി, 3 തക്കാളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ളി മുറിച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വാട്ടിയെടുക്കാം. ഈ വാടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിന്നാൽ വേഗം വാടി വരും. അപ്പോൾ ഉള്ളി വാടിയ ശേഷം നമുക്ക് നമ്മൾ 3 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഏകദേശം കളർ മാറി ഒന്ന് അടിഞ്ഞു വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 2-3 വറ്റൽമുളകാണ് ഇട്ടത്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഒരു 10 to 15 കാഷ്യൂസ് മതിയാവും. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റത്തെ കൺസിസ്റ്റൻസി. തക്കാളിയിൽ നല്ലോണം അടിഞ്ഞിട്ടുണ്ടാണ്. നമുക്കിത് ഇത് ചൂടാറാൻ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹോം മെയ്ഡ് പനീറാണിത്. നമ്മളത് ചെറുങ്ങനെ പൊടി ആയിപ്പോയിന്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിതുപോലെ ക്യൂബ് ആക്കിയിട്ടാണ് മുറിച്ചത്. നല്ല തിക്നെസ്സും ഉണ്ട്. നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച തക്കാളിയും ഉള്ളിൻ്റെയും കൂട്ട് നമ്മളൊരു മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. എൻ്റെത് അത്ര ചൂടാറിയിക്കില്ല, ചെറിയ ചൂട് ആറിക്കുള്ളൂ. നമ്മൾ വേഗം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് അപ്പം നമ്മൾ ആ സെയിം പാനിൽ തന്നെ ഒരു വലിയ സ്റ്റിക്ക് ബട്ടർ ഇട്ട്
ബട്ടർ നല്ലോണം മെൽറ്റായ ശേഷം നമുക്കതിൽ മുളക് പൊടി ഇടാം. ഒരു ടീസ്പൂൺ ടു 2 ടീസ്പൂൺ വരെ മുളക് പൊടി ഇട്ടിന്. അപ്പോൾ തീ ഈ സമയത്ത് നല്ലോണം ലോ ആക്കി വെക്കണോ, അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ബേൺ ആയി പോവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയിലുള്ള ബാക്കിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വയ്യ കുറച്ചും കൂടി വെള്ളം ഒഴിക്കും. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് എത്ര വാട്ടറി കൺസിസ്റ്റൻസി വേണോ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് കുറച്ച് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് 2 ടേബിൾ സ്പൂണ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും എല്ലാം നോക്കി എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ പനീർ ഇട്ട് കൊടുക്കാം. ഇത് ലേശം പൊടിഞ്ഞു അതിന്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു സ്റ്റിക്ക് ഓഫ് ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ 4 മണിക്കൂർ ശേഷം നമ്മൾ മാവ് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചെറിയ പാനിൽ ഒരു 2 വെളുത്തുള്ളിയും ഒരു സ്റ്റിക്ക് ഓഫ് ബട്ടറും കൂടി നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഡോ നല്ലോണം റൈസ് ചെയ്തതിന് ഇപ്പോൾ ഇത് നമുക്കൊന്നും കൂടി നീഡ് ചെയ്യാം. 2 മിനിറ്റ്സ് നീഡ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. നമുക്ക് പരത്തുന്ന സമയത്ത് അത്ര പൊടി വേണ്ട വരില്ല, കാരണം പൊടി കൂടി കഴിഞ്ഞാൽ പരത്താൻ കുറച്ച് പാടായിരിക്കും. ചെറിയ കുറച്ച് പൊടി ഇട്ടിട്ട് മാത്രം പരത്താൻ നല്ലോണം നിങ്ങൾക്ക് നല്ല രസത്തിൽ പരത്താൻ കഴിയും. നല്ല സോഫ്റ്റ് ഡോ ആണ്. അപ്പം ഇങ്ങനെ പരത്തിയ ശേഷം നല്ലൊരു ചൂടുള്ള താവയിൽ നമുക്ക് ഇട്ടുകൊടുക്കാം. നിങ്ങൾ സാധാ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. ഒരു സൈഡ് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ബട്ടറിൻ്റെ ഇതൊന്ന് പരട്ടി കൊടുത്താൽ മതി. നിങ്ങൾക്ക് കാണാം താനേ പൊന്തി വരും. നല്ല സോഫ്റ്റ് ഡോ ആണ്.
ഇതുപോലെ നമുക്ക് നമ്മളെ ബാക്കിയുള്ള എല്ലാ നാനും ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ നാനും ചുട്ടെടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റത്തേത്. നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചുതരാം. നമ്മളെ നാന് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.